ശരീരത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ, അതാണ് നന്ദി പ്രകടനം. ഭക്ഷണവും വെള്ളവും മാത്രമല്ല, വിചാരങ്ങളെപ്പോലും നിയന്ത്രിച്ചുകൊണ്ട് ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന, മനസ്സിനെയും ശരീരത്തെയും ഒരേപോലെ ശുദ്ധീകരിക്കുന്ന അള്ളാഹുവിന്റെ ദുനിയാവിലെ ഏക പ്രക്രിയയാണ് ദീനുൽ ഇസ്ലാമിലെ നോമ്പ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ റസൂൽ വഴി, പരിശുദ്ധ ഖുർആൻ വഴി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ റമളാനിൽ നമ്മൾ ഒരുപാട് സൂക്ഷിച്ചവരാണ്. സംസാരത്തിലും പെരുമാറ്റത്തിലും ജീവിത രീതിയിലൊക്കെ ഒരുപാട് ശ്രദ്ധ നമുക്കുണ്ടായിരുന്നു. അത് റമളാനിൽ അവസാനിക്കേണ്ടതല്ല, അതിന്റെ തുടർച്ചയുണ്ടാകേണ്ടതാണ്. അത് തുടർന്നും ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. നോമ്പുകൾ ഇത് മാത്രമല്ല, ധാരാളം നോമ്പുകൾ ഇനിയും നമുക്ക് വരുന്നുണ്ട്. ശവ്വാലിൽ 6 നോമ്പുണ്ട്. തുടർച്ചയായി റമളാനിന് ശേഷം പെരുന്നാളിന്റെ പിറ്റേ ദിവസം മുതൽ തുടർച്ചയായി ശവ്വാലിലെ 6 നോമ്പെടുത്താൽ ഒരു വർഷം മുഴുവൻ നോമ്പെടുത്ത പ്രതിഫലം. എന്താണ് നോമ്പുകാരന്റെ പ്രത്യേകത? ഫിൽ ജന്നത്തി 8 അബ്വാബിൻ മിൻഹാ ബാബൻ യുസമ്മർ റയ്യാനു ലാ യദ്ഖുലുഹു ഇല്ല സ്വായിമൂൻ. സ്വർഗ്ഗത്തിന് 8 കവാടങ്ങൾ. അതിലൊരു കവാടത്തിന്റെ പേര് റയ്യാൻ എന്നാണ്. റയ്യാൻ എന്നാൽ ദാഹശമനം വരുത്തുന്നത് എന്നാണ് അതിന്റെ പദാർത്ഥം. ലാ യദ്ഖുലുഹു ഇല്ല സ്വായിമൂൻ, നോമ്പുകാരല്ലാതെ അതിലൂടെ പ്രവേശിക്കുകയില്ല എന്നാണ്. അതിന് ധാരാളം നോമ്പുകൾ, ഫറലല്ലാത്ത മറ്റതും നമുക്ക് പറഞ്ഞു തന്നു. ദുൽഹജ്ജിലെ നോമ്പുണ്ട്, മുഹറത്തിലെ നോമ്പുണ്ട്, എല്ലാ തിങ്കളും വ്യാഴവും നോമ്പുണ്ട്, അയ്യാമുൽ ബീദിലെ നോമ്പുകളുണ്ട്. ഇതൊക്കെ അനുഷ്ഠിക്കാനുള്ളതാണ്, പറയാനുള്ളതല്ല, കർമ്മനിരതരാകാനുള്ളതാണ്. ഈ ഖിയാമുൽ ലൈലും അതുപോലെ തന്നെ ഫർള് നമസ്കാരങ്ങളും സുന്നത്ത് നമസ്കാരങ്ങളും 365 ദിവസങ്ങളും ഉള്ളതാണ്. ഒരിക്കൽ ഒമാനിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ പെരുന്നാള് വ്യാഴാഴ്ചയായിരുന്നു, ബുധനാഴ്ചയായിരുന്നു പെരുന്നാൾ. വെള്ളിയാഴ്ച ജുമുഅക്ക് ഒരു പള്ളി ചെന്നപ്പോൾ അവിടുത്തെ ഖത്തീബ് വല്ലാതെ വിഷമത്തോടെ പറയാ, റമളാൻ കഴിഞ്ഞു, പള്ളികൾ ഇപ്പോഴും ഇവിടെയുണ്ട്, നമസ്കാരമുണ്ട്, ജുമുഅയുണ്ട്, ഈ ആളുകളൊക്കെ എവിടെ പോയി എന്ന അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം പ്രസക്തമാണ്. നമസ്കാരവും മറ്റ് ആരാധനാ കർമ്മങ്ങളും റമളാനിൽ മാത്രമല്ല, അതിന്റെ തുടർച്ചയുണ്ടാകണം. അതുപോലെ നമ്മൾ ആ ഒരു മാസക്കാലം പട്ടിണി കിടന്ന് ദാഹം സഹിച്ച് ഉറക്കമിളച്ച് ഖുർആനോദി നമസ്കരിച്ച് നേടിയെടുത്ത ഒരു ആത്മചൈതന്യമുണ്ട്. അത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തകൂനു കല്ലത്തി നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. ഉറപ്പോടെ നൂല് നൂറ്റെടുത്ത ശേഷം ആ നൂലിന്റെ ഇഴകളെ പിരിയുടച്ച് കളഞ്ഞ ഒരു പെണ്ണിനെ പോലെ നിങ്ങളാകരുത്. എത്ര നല്ല ഉദാഹരണം! വലാ തകൂനു കല്ലത്തി നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. ഉറപ്പോടെ നൂല് നൂറ്റെടുത്ത ശേഷം ആ നൂലിന്റെ ഇഴകളെ പിരിയുടച്ച് കളഞ്ഞ ഒരു പെണ്ണിനെ പോലെ നിങ്ങളാകരുത്. മലയാളക്കരയിലെ ന്യൂജൻ തലമുറക്ക് ഒരു പക്ഷേ അറിഞ്ഞുകൊള്ളണമെന്നില്ല, എന്നാലും അറിയാത്തവരാരുമില്ല. പറയിപെറ്റ പന്തിരുകുലത്തിലെ മൂത്തമകൻ നാറാണത്തു ഭ്രാന്തൻ. നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ള കഥകളൊക്കെ പലപ്പോഴും. വലിയൊരു പാറ വലിയ കുന്നിന്റെ മുകളിലേക്ക് കഷ്ടപ്പെട്ട് ശ്വാസം മുട്ടി വിയർത്തൊലിച്ച് ഉരുട്ടി മുകളിൽ കയറ്റി. മുകളിൽ ചെന്നിട്ട് അത് നേരെ താഴേക്ക് തള്ളിയിട്ടിട്ട് ആർത്തട്ടഹസിച്ച് ചിരിക്കുന്ന ഒരു ഭ്രാന്തൻ കഥാപാത്രം. പ്രിയമുള്ളവരെ, ഈ പെരുന്നാൾ ദിവസം കഴിയുന്നതോടെ ഈ റമളാനിൽ ഒരു മാസം കൊണ്ട് നേടിയെടുത്തത് അതുപോലെ ഉരുട്ടിയിട്ട് നശിപ്പിക്കരുത്. അത് പിടിച്ചു വെക്കണം. കാരണം നമുക്ക് മരിക്കാനുള്ളതാണ്. മരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കുമില്ല. നമ്മുടെ മരണത്തെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോൾ മരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. നമ്മളിപ്പോൾ മരിക്കുന്നു. നമ്മൾ മരിച്ചാൽ അതുവരേക്കും നമ്മൾ കിടന്ന 1,00,000 രൂപ വിലയുള്ള ബെഡിലൊന്നും നമ്മുടെ ബോഡി കിടത്തൂല. നമ്മുടെ ഭാര്യമാരോ മക്കളോ ബന്ധുക്കളോ കിടത്തൂല. വല്ലിപ്പ കിടന്ന കയറിന്റെ കട്ടിലോ പഴയ മേശയോ വിറകുപുരയുടെ സൈഡിലുണ്ടെങ്കിൽ അത് കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് അതിലേ കിടത്തും. ലക്ഷങ്ങളുടെ ബെഡ് അവിടെ കിടക്കുന്നുണ്ട്. ഇന്നലെ വരെ നമ്മൾ കിടന്നത്. കുറച്ച് ആളുകൾ വരും, കുറച്ച് ടർപ്പായ വലിച്ചു കെട്ടും, കുറെ കസേര നിരത്തും, കബറ് കുഴിക്കാൻ ആള് പോകും. ആരെങ്കിലും ഒന്ന് കുളിപ്പിച്ച് കഫൻ ചെയ്ത് പൊതിഞ്ഞ് നമ്മളെ കൊണ്ടുപോകും. നമ്മൾക്കൊരു ധാരണയുണ്ട്, നമ്മളില്ലെങ്കിൽ ഒന്നും നടക്കൂല. അതാണ് ഈ കുഴപ്പം. നമ്മളില്ലെങ്കിൽ ഇതിനേക്കാൾ ഭംഗിയായിട്ട് നടക്കും. നമ്മൾ ഉള്ളതായിരിക്കും ഒരു പക്ഷേ കുഴപ്പമെന്ന് തോന്നാറുണ്ട്. അങ്ങനെ കൊണ്ടുപോയി മറവ് ചെയ്ത ആളുകൾ പിരിഞ്ഞു പോകും. ഏറ്റവും അടുത്ത കുടുംബക്കാര് ബന്ധുക്കൾ 2-3 ദിവസം നമ്മുടെ വീട്ടിൽ നിൽക്കും. അവര് പറയും, മോളെ
സ്കൂളും മദ്രസയും മുടങ്ങിയിട്ട് 3-4 ദിവസമായി ഞങ്ങൾ പോയിക്കോട്ടെ, ഇടക്ക് വരാം. അവരും പോവും. അവസാനം തളർന്നു കിടക്കുന്ന നമ്മുടെ പെണ്ണ് എഴുന്നേൽക്കും. അവള് അടുക്കളയിൽ പോകും, സ്റ്റൗ കത്തിക്കും, കട്ടൻ ചായക്ക് വെള്ളം വെക്കും. വാപ്പയില്ലാത്ത മക്കൾ അന്നം തേടി പുറത്തിറങ്ങും. ഓഫായ സകല സ്വിച്ചുകളും ഓണാകും. ഒരു 3 മാസത്തിനുള്ളിൽ ആരെങ്കിലും ഒരു കോമഡി പറഞ്ഞാൽ അവർ ചിരിക്കും, അവരുടെ കരച്ചിൽ മാറും. അത്രേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. ചോദിക്കും, ആർക്ക് വേണ്ടി ജീവിക്കുന്നു? എൻ്റെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി. ശരിയാണ്. എന്നാൽ സഅദ് ഇബ്നു മുആദ് എന്ന മഹാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു ഇസ്ലാമിന്റെ ചരിത്രത്തിൽ. മദീനയിലേക്ക് പോയ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു വീട് വീടാന്തരം കയറി നടന്ന് സ്കോഡ് നടത്തി ദീൻ പറഞ്ഞു കൊടുത്തപ്പോൾ എതിർക്കാൻ വന്നയാളാണ്. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നുപോയി. ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ആകെ ജീവിച്ചത് 6 വർഷമാണ്. ശരിക്കും മനസ്സിലാക്കണം, 6 വർഷം. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, സഅദിന്റെ മരണം അല്ലാഹുവിന്റെ അർശ് പോലും കോരിത്തരിച്ചിട്ടുണ്ട് എന്നാണ്. സഅദിന്റെ ജനാസ കൊണ്ടുപോകാൻ, സഅദിനെ പരിചരിക്കാൻ ആകാശ ലോകത്ത് നിന്ന് 70,000 മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഇറക്കിയെങ്കിൽ, പ്രിയമുള്ളവരെ, കോടിക്കണക്കിന് വരുന്ന സൃഷ്ടിജാലങ്ങളിൽ ഒരു വിഭാഗമായ മനുഷ്യവംശത്തിലെ ഒരു വ്യക്തി മരിച്ചപ്പോൾ അല്ലാഹുവിന്റെ അർശ് കോരിത്തരിച്ചെങ്കിൽ, ആ വ്യക്തിക്ക് വേണ്ടി 70,000 മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താണ് ആ വ്യക്തിയുടെ പ്രത്യേകത? അദ്ദേഹം ജീവിച്ച 6 വർഷം അദ്ദേഹം അല്ലാഹുവിന് വേണ്ടി ജീവിച്ചതാണ്. ഖബറിലെ ഞെരുക്കത്തെ പറ്റി പറഞ്ഞപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഖബറിലെ ഞെരുക്കത്തിൽ നിന്നും ആരെങ്കിലും ഒഴിവാക്കപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ഇബ്നു മുആദ് ഒഴിവാക്കപ്പെടുമായിരുന്നു എന്നാണ്. എന്തേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും സർട്ടിഫൈ ചെയ്തത്? ആ ജീവിച്ച 6 വർഷം അല്ലാഹുവിന് വേണ്ടി മാത്രം ജീവിച്ച മഹാനായ മനുഷ്യനാണ്. അതായിരിക്കണം നമ്മുടെ ജീവിതം. അവരായിരിക്കണം നമ്മുടെ റോൾ മോഡൽ. അവരെ പോലെ ജീവിക്കാൻ, അവരെ പോലെ തഖ്വയുണ്ടാകാൻ